കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ മുൻ കണ്ടിട്ടുണ്ടാകും. നാദാപുരത്ത് ഒരു ചെന്നൈ സിൽക്ക് ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റു സാധനങ്ങളും വിൽപ്പന നടത്തുന്ന ഷോപ്പ് പുതുതായി നാദാപുരത്ത് 4-ാം തീയതി തുടങ്ങി. അവിടെ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഷോപ്പ് വരുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ കൂടിയാണ് നമ്മളൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൻ്റെ ഉടമകൾ, അതായത് ഇത്തരം ഷോപ്പുകൾ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഷോപ്പ്, ഇങ്ങനൊരു പുതുതായിട്ടൊരു ഷോപ്പ് വരുന്നുണ്ടെന്നും അതൊരു പീഡിയൻ്റെ മുകളിൽ ഒരു താൽക്കാലിക സംവിധാനത്തിലാണ് വരുന്നത്, ലൈസൻസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തുറന്നതാണെന്ന് സംഘടനയെ അറിയിച്ചു. ആ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ പോയി അതിൻ്റെ ഉടമകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ ഇതിന് ലൈസൻസും കാര്യങ്ങളും എടുത്തിട്ടാണോ ഷോപ്പ്? സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു മറുപടി അവർ തരാൻ ബാധ്യത സാധിച്ചു. പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ GST എടുത്തിട്ടാണ്. സ്വാഭാവികമായിട്ട് GST എടുക്കണമെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് എടുത്തതിന് ശേഷമാണ് GST. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു GST ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് കാണിച്ചു. അവിടെ അവർ സ്ഥാപനത്തിൻ്റെ ഒരു കോപ്പ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ അവർ പഞ്ചായത്ത് ലൈസൻസോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുക നമുക്ക് സംവിധാനങ്ങൾ. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ട് കച്ചവടം ചെയ്യാം. കാരണം സീസൺ ടൈമിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ സീസണെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കച്ചവടക്കാർക്ക് പൊതുവെ വ്യാപാര മേഖലയിൽ തകർച്ചയാണ്. പ്രത്യേകിച്ച് ഈ സീസണിനെ മാത്രം പ്രതീക്ഷിച്ച് വലിയ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കച്ചവടക്കാർക്ക് വലിയ പ്രയാസങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായ മറുപടി നമ്മൾ പഞ്ചായത്ത് അധികരെ അവിടെ തന്നെ വിളിച്ച് സംഭവങ്ങൾ അറിയിച്ചു. അപ്പം അതിൽ ചില ഭാഷകളിലും ചില ഇടപെടലുകളിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില ഒരു അതിര് കടന്നു പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വാസം. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് വന്നതില്ല. അപ്പോൾ ആ വന്നതിനെ നമ്മൾ ഖേദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഭാഷയിൽ അല്ലാതെ ഞങ്ങൾ അവരെ അസഭ്യം പറയുകയോ അവരോട് വേറൊരു രീതിയിലുള്ള പെരുമാറ്റമോ ഇതൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ നാദാപുരത്തെ കച്ചവടക്കാരെ മൊത്തം നാദാപുരം പ്രദേശത്തിനെ മൊത്തം അവഹേളിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചിത്രീകരണവും കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാദാപുരത്ത് മതത്തിനോ അല്ലെങ്കിൽ വിഭാഗീയതക്കോ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നവരെയോ ഒന്നും നിങ്ങൾ മാറ്റി നിർത്താതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് വ്യാപാരി വ്യവസായിക ഉത്സവം. അതിന് ഏറ്റവും വലിയ തെളിവാണ് നാദാപുരത്ത് ഇപ്പോഴും തന്നെ കച്ചവടം ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ വരുന്ന ഒരുപാട് ഷർട്ടുമാർ കച്ചവടം ചെയ്യും. നാദാപുരത്ത് ഏറ്റവും വലിയ ഈ സ്വർണ്ണ മേഖലയിലുള്ളത് വലിയ സ്വർണ്ണ എടുക്കവും വിൽപ്പനയും നടത്തുന്നത് മറ്റേ UP സ്വദേശി. അതേപോലെ തന്നെ പ്രയാഗ് എന്ന് പറയുന്ന ഒരു വലിയ പരാഗ് എന്ന് പറയുന്ന ഒരു നിമിഷം, അതും അന്യ സംസ്ഥാനത്തിലാണ്. അവരൊക്കെ ഞങ്ങളെ മെമ്പർമാരാണ്, ഞങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊള്ളുക. അതിൽ ഏറ്റവും വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ളവരുൾപ്പെടെ നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യുന്നു. അതിൽ നാദാപുരം ഒരു ബിസിനസ് ഹബ്ബായി വളർന്നു വരുന്നതിൽ ആർക്കുമുള്ള ഒരു വല്ലാത്ത പ്രതികാരമാണോ എന്ന് ഞങ്ങൾ ഈ കാര്യത്തിൽ സംശയിക്കുക. കാരണം പ്രിയപ്പെട്ട ഞങ്ങളെ ഒരു സഹപ്രവർത്തകനായിരുന്നു നമ്മൾ കച്ചവടം ചെയ്ത മനോജ്, ഒരു UP സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ നാദാപുരത്തെ കൈപിടിച്ച് വന്നു. നാദാപുരത്ത് ബിസിനസ് തുടങ്ങി. ചെറിയ തോതിലുള്ള ഈ സിഗരറ്റും മറ്റേതൊക്കെ സ്റ്റേഷനറിയും അതോടനുബന്ധിച്ചിട്ട് കച്ചവടം വന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുഭാഷും കച്ചവടം കൊണ്ട് നാദാപുരത്ത് വന്നു. ആ സഹോദരനെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഏകോപന സമിതി നടപ്പിലാക്കിയ ആശ്വാസ പദ്ധതിയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ മനസ്സിലാക്കി. ഇത് 2.5 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പേ ആക്സിഡൻ്റായി മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് അസുഖമായിട്ട് അദ്ദേഹം നാട്ടിൽ പോയി വീട്ടിലെത്തി ബൈക്ക് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോന്ന ആ
സമയത്താണ് അദ്ദേഹം ആക്സിഡൻ്റായിട്ട് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്ന് 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏകോപന സമിതിയുടെ ലെവലിൽ വാങ്ങിച്ചു. ഇതൊരു പൊതുപരിപാടി, നിങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഞങ്ങളത് വിതരണം ചെയ്യാൻ പോകും. അദ്ദേഹത്തിൻ്റെ 3 ചെറിയ മക്കളാണ്. ആ 3 മക്കളുടെ പേരിൽ സുരക്ഷിതമായി ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ആ പൈസ കൊടുത്തു. 3 മക്കളും മേജറായി വരുമ്പോൾ 30 ലക്ഷം രൂപ ആ കുട്ടികൾക്ക് കിട്ടുന്നു. അദ്ദേഹം അന്യസംസ്ഥാനക്കാരൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ അങ്ങനെയാണ് ചെയ്യും. അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു കച്ചവടക്കാരനെ ആദാവിധത്തിലുള്ള ആൾക്കാർ കാരണം ഇന്ന് വേറൊരു ഇതിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ പലതുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് അതൊരു വർഗീയ ചൊവ്വയോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രയാസമില്ല. പിന്നെ ഞങ്ങൾ ഇടപെടലുകളിൽ ചിലപ്പോൾ ചില അപകടങ്ങൾ വന്നിട്ടുണ്ട്. ആ അപാകതകളിനെ ഞങ്ങൾ നിർവേന ഖേദിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ വന്ന ഭാരപ്പിഴവുകേന ഞങ്ങളതിന് എന്താണെന്ന് വെച്ചിട്ട് അത് ചെയ്യാൻ തയ്യാറാണ്. അതാണ് നമ്മളൊക്കെ ഈ കാര്യത്തിൽ